തുടർച്ചയായി പെയ്ത മഴയും അതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും ഒക്കെ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ അവിടെ ഈ ചാത്തമംഗലം മാവൂർ പ്രദേശങ്ങളിൽ ചാത്തമംഗലം മാവൂർ പഞ്ചായത്തുകളിൽ കൃത്യമായി പറഞ്ഞാൽ അവിടെ വ്യാപകമായി കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. 10 ലക്ഷത്തിലധികം രൂപയാണ് ഓരോ കർഷകർക്കും നഷ്ടമായത്. അത് ലോണെടുത്തും ആധാരം പണയം വെച്ചുമൊക്കെ കൃഷി ഇറക്കിയ കർഷകർ പലർക്കും ഇപ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സർക്കാർ സഹായം കടലാസിൽ ഒതുങ്ങുന്നതാണ് ഈ മുൻകാല അനുഭവം എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ആശങ്കയുണ്ട്. തോരാതെ പെയ്ത ദുരിതപ്പെയ്ത്ത് കവർന്നെടുത്തത് കർഷകന്റെ സ്വപ്നവും അധ്വാനവുമാണ്. കടം വാങ്ങിയും ലോണെടുത്തും പ്രതീക്ഷയോടെ ഇറക്കിയ കൃഷിയിടത്തെ വെള്ളക്കെട്ട് വിഴുങ്ങിയപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നവരാണ് ഈ കർഷകർ. വിളവെടുക്കാറായ നേന്ത്രവാഴകൾ പലതും ഒടിഞ്ഞു വീണു. ശക്തിയായ കാറ്റിൽ പിടിച്ചു നിന്നത് വിരലിലെണ്ണാവുന്നവ മാത്രം. ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞിപ്പുഴയും കരകവിഞ്ഞതോടെയാണ് കൃഷിയിടത്തിൽ ഈ വിധത്തിൽ വെള്ളം കയറിയത്. പുഴവെള്ളത്തിൽ ഒടിഞ്ഞു വീണ വാഴക്കുലകൾ വെട്ടിയെടുക്കാനും കർഷകർ ഏറെ പ്രയാസപ്പെടുകയാണ്. എല്ലാം വെള്ളത്തിൽ ഒടിഞ്ഞു വീണ് കിടക്കുന്നുണ്ടല്ലേ, മൊത്തം വെള്ളത്തിലായി പോയി. ഒരു കൊല പോലും വെട്ടാൻ പറ്റാത്തൊരവസ്ഥ ഇതിന്റെ അനിയന്റെ വായാണ്. എന്റെ വായൽ ഒരു കൊലയും ഇത്ര മൂപ്പായില്ല, അതുകൊണ്ട് വെട്ടാൻ പറ്റാത്തൊരവസ്ഥ. പോകാനും ബുദ്ധിമുട്ട്, നിലയില്ലാത്ത വെള്ളം. തോണിയാണ് അടുക്കൂല, ഇങ്ങനെ ചണ്ടി ചമ്മലൊക്കെ തോണി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നിലവിൽ വിളവെടുത്ത വാഴക്കുലകൾക്ക് കിലോയ്ക്ക് 10 രൂപ പോലും ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പ്രധാന പരാതി. ഇതിപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ കർഷകർക്കും നഷ്ടം തന്നെയാണ്. ഇപ്പം വിപണിയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ പോകാത്തൊരു സ്ഥിതി ഉണ്ട്. ഇപ്പം വിലയും കിട്ടാത്തൊരു പ്രശ്നം. പിന്നെ വാഴക്കുലൊക്കെ നശിച്ചല്ലോ, വെള്ളത്തിൽ വീണ് കാറ്റടിച്ചിട്ടൊക്കെ കംപ്ലീറ്റ് സാധനം നശിച്ചു. ഞാനൊരു 1500 വാഴക്കുന്നൊരു കർഷകനാണ്. ഇക്കൊല്ലത്തെ മാതിരി അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായില്ല. എല്ലാ കൊല്ലവും വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ കാലവർഷത്തിന്റെ മുന്നേ രക്ഷപ്പെടലുണ്ട്. ഇത് മാവൂരിലെ മാത്രം കർഷകരുടെ അവസ്ഥയല്ല, കൃഷി ഇറക്കിയ കർഷകരുടെയൊക്കെ അവസ്ഥ സമാനമാണ്. സംഭവിച്ച ലക്ഷങ്ങളുടെ നഷ്ടത്തിന് സർക്കാർ സഹായം നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കടലാസിൽ ഒതുങ്ങുന്നതാണ് കർഷകരുടെ മുൻകാല അനുഭവങ്ങൾ. അതിവിടെ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് കർഷകരുടെ പ്രാർത്ഥന. ജനം, കോഴിക്കോട്.